ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, ഈ വർഷത്തെ ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. ഒന്നാമത്തെ ചോദ്യം, സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം, തെളിഞ്ഞ ആകാശവിതാനം. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നതെന്ത്? ഉത്തരം, ഉദിച്ചുയരുന്ന സൂര്യൻ. സൂര്യൻ എപ്പോഴാണ് ഭൂമിയെ വരട്ടുന്നത്? ഉത്തരം, മധ്യാഹ്നത്തിൽ. ജ്വലിക്കുന്ന ചൂളയുടെ 3 ഇരട്ടി ചൂടിൽ സൂര്യൻ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത്? ഉത്തരം, പർവ്വതങ്ങളെ. അഗ്നിശരങ്ങൾ ചൊരിയുകയും ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുകയും കർത്താവിൻ്റെ കൽപ്പനയിൽ ഗതിവേഗം കൂട്ടുകയും ചെയ്യുന്നതെന്ത്? ഉത്തരം, സൂര്യൻ. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാനും കാലം നിർണയിക്കാനും എപ്രകാരമുള്ള അടയാളമായി ഇരിക്കാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഉത്തരം, ശാശ്വതമായ. ഉത്സവ ദിനങ്ങൾ നിർണയിക്കുന്നത് പ്രപഞ്ചത്തിലെ എന്തു നോക്കിയാണ്? ഉത്തരം, ചന്ദ്രനെ. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തെയാണ്? ഉത്തരം, ചന്ദ്രൻ്റെ. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേരു നൽകിയിരിക്കുന്നത്? ഉത്തരം, ചന്ദ്രക്കലയെ. ഒരിക്കലും കണ്ണു ചിമ്മാത്ത എന്തിൻ്റെ ശോഭയാണ് ആകാശത്തിൻ്റെ സൗന്ദര്യം? ഉത്തരം, നക്ഷത്രങ്ങളുടെ. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ഡാഷ് ആണ് നക്ഷത്രങ്ങൾ? ഉത്തരം, അലങ്കാരനിര. ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനത്ത് നിലകൊള്ളുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, പരിശുദ്ധൻ്റെ. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി എന്തു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവാൻ. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നതെന്ത്? ഉത്തരം, മഴവില്ല്. ആരുടെ കരങ്ങളാണ് മഴവില്ല് കുലച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അത്യുന്നതൻ്റെ. കർത്താവ് തൻ്റെ കൽപ്പനയാൽ ഡാഷ് അയക്കുന്നു? ഉത്തരം, ഹിമവാതം. പ്രപഞ്ചത്തിലെ എന്താണ് സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മേഘങ്ങളെ. കർത്താവ് തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ഡാഷ് ആക്കി നുറുക്കുന്നു? ഉത്തരം, ആലിപ്പഴങ്ങൾ. പ്രപഞ്ചത്തിലെ എന്താണ് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത്? ഉത്തരം, പർവ്വതങ്ങൾ. മേഘഗർജനവും വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കർത്താവിൻ്റെ ഭൂമിയുടെ മേലുള്ള എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ശാസന. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ കർത്താവ് വിതറുന്ന വെട്ടുക്കിളിപ്പറ്റം പോലെ ഇറങ്ങി വരുന്ന എന്തിൻ്റെ വെണ്മയാണ് കണ്ണഞ്ചിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മഞ്ഞ്. കർത്താവ് ഭൂമിയിൽ തുഷാരം വിതറുന്നത് എന്തുപോലെയാണ്? ഉത്തരം, ഉപ്പുപോലെ. ഉറയുമ്പോൾ കൂർത്ത മുള്ളുപോലെ ആകുന്നത് എന്ത്? ഉത്തരം, തുഷാരം. ഏതു കാറ്റ് വീശിയാണ് ജലോപരിതലം മഞ്ഞുകട്ട ആക്കുന്നത്? ഉത്തരം, തണുത്ത വടക്കൻ കാറ്റ്. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാറ്റിനെയും സുഖപ്പെടുത്തുന്നതെന്ത്? ഉത്തരം, മൂടൽമഞ്ഞ്. എന്തു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഭൂമിയിൽ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാവുന്നത്? ഉത്തരം, മഞ്ഞ്. അത്യഗാധത്തെ നിശ്ചലമാക്കി കർത്താവ് അവിടെ എന്താണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം, ദ്വീപുകൾ. എങ്ങനെയെല്ലാമുള്ള സൃഷ്ടികൾ സമുദ്രത്തിലുണ്ടെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അസാധാരണവും അത്ഭുതകരവുമായ. ഭൂമിയിലുള്ള എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തിനാലാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വചനത്താൽ. പ്രപഞ്ചത്തിലെ വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ച് 43-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തു മനസ്സിലാക്കുന്നതിനാണ്? ഉത്തരം, പ്രപഞ്ചത്തിലെ ദൈവമഹത്വം. കർത്താവ് എന്തിനേക്കാളെല്ലാം ഉന്നതനാണ്? ഉത്തരം, എല്ലാ സൃഷ്ടികളെയും കാൾ.
ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതാര്? ഉത്തരം കർത്താവ്. കർത്താവ് അത്യുന്നതനും അവിടുത്തെ ശക്തി എപ്രകാരവുമാണ്? ഉത്തരം അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. ദൈവത്തെ എപ്രകാരം സ്തുതിക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച്. എങ്ങനെയാണ് കർത്താവിനെ പുകഴ്ത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സർവശക്തിയോടും കൂടെ. കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്? ഉത്തരം ജ്ഞാനം. കർത്താവ് ആർക്കാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തൻ്റെ ഭക്തർക്ക്. താങ്ക് യു.